മറ്റൊരു വാർത്തയിലേക്ക് പോകാം. ടൊവിനോ ചിത്രത്തെ പ്രകീർത്തിച്ച് പോസ്റ്റ് ഇട്ടതിന്റെ പേരിൽ മർദ്ദിച്ചെന്ന മാനേജറുടെ പരാതിയിൽ ഉണ്ണി മുകുന്ദനെതിരെ കേസ്. കോട്ടയം സ്വദേശി വിപിൻ ദാസിന്റെ പരാതിയിലാണ് നടപടി. ഉണ്ണി മുകുന്ദൻ മാനേജറുടെ കരണത്തഴിച്ചതായും കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയതായും എഫ്ഐആറിൽ പറയുന്നു. ഞാൻ 6 വർഷമായിട്ട് ഉണ്ണിയോട് വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ പുള്ളിയുടെ കുറേ ടീസിങ്ങും കാര്യങ്ങളൊക്കെ കൊണ്ടാണ് നമ്മൾ നിന്ന് ആക്ച്വലി. പക്ഷേ ഈ അടുത്ത കാലത്ത് പുള്ളിക്ക് കുറേ ഫ്രസ്ട്രേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. പുള്ളിയുടെ പടങ്ങൾ മാർക്കോയ്ക്ക് ശേഷം പിന്നെ ഒരു പടം കറക്റ്റായിട്ട് കിട്ടിയിട്ടില്ല. എക്സൽ ബേബി പരാജയപ്പെട്ടു, പുതിയ പടങ്ങൾ കിട്ടുന്നില്ല. പിന്നെ പുള്ളി സംവിധാനം ചെയ്യാനിരുന്ന പടം ഗോകുലം മൂവീസ് ചെയ്യുമെന്ന് പറഞ്ഞു, അവർ പിന്മാറി. അപ്പോൾ അതിൻ്റെയൊക്കെ കുറേ ഫ്രസ്ട്രേഷൻ ഉണ്ട്. അപ്പോൾ പുള്ളി കൂടെ ഉള്ളവരോടാണ് ഫ്രസ്ട്രേഷൻ തീർക്കുന്നത്. അത് മാത്രമല്ല, ഇപ്പോൾ റീസെൻ്റായിട്ട് പറഞ്ഞാൽ ഇപ്പം നരിവട്ടം എന്ന് പറഞ്ഞ പടം ഇറങ്ങി. ഞാനൊരു പ്രൊമോഷൻ കൺസൾട്ടൻ്റാണ്. ഞാൻ ഒരുപാട് സിനിമയ്ക്ക് ചെയ്യുന്നതാണ്. 18 വർഷമായിട്ട് ഇൻഡസ്ട്രിയുള്ളതാണ്. ഞാൻ മറ്റു പടങ്ങൾക്കും മറ്റു താരങ്ങളുടെയൊക്കെ PR ചെയ്യുന്നതാണ്. അപ്പം ഈ അടുത്ത് നരിവട്ടം എന്ന് പറഞ്ഞ പടം ഞാൻ പ്രൊമോഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ അതിനെ പ്രശംസിച്ചുകൊണ്ടൊരു പോസ്റ്റ് ഇട്ടു. അപ്പോൾ അത് കണ്ടപ്പോഴും ഉണ്ണിക്കത് പിടിച്ചില്ല. പുള്ളി ഞാൻ ഇന്ന് രാത്രി വിളിച്ച് പറഞ്ഞു, ഞാൻ മാനേജർ പരിപാടി വേണ്ടെന്ന് പറഞ്ഞു. നമ്മൾ ഓക്കെ പറഞ്ഞു. യെസ്, അതാണ് വിപിൻ ദാസിന്റെ ആരോപണം. എന്തായാലും ഉണ്ണി മുകുന്ദനോട് അമ്മ വിശദീകരണവും ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇതിലെന്താണ് സംഭവിച്ചത് എന്ന കാര്യം. പരാതിയിൽ പോലീസ് കേസെടുത്ത് എഫ്ഐആർ ഇട്ടു. ഉണ്ണി മുകുന്ദനെതിരായ നടപടിയാണ്. ഇക്കാര്യത്തിൽ ഉണ്ണി മുകുന്ദന്റെ പ്രതികരണങ്ങൾ കൂടി വരുന്ന മണിക്കൂറുകൾ നമുക്ക് പ്രതീക്ഷിക്കാം. നവമി ദിനേശ് ചേരുന്നു. നവമി, എന്താണ് ഈ സംഭവം? ഈ സംഭവത്തിന് ശേഷം അമ്മ സംഘടന, സിനിമാ മേഖലയിലെ സംഘടനകൾ ഏതൊക്കെ തരത്തിൽ ഇടപെട്ടു? ഒപ്പം ഉണ്ണി മുകുന്ദൻ പ്രതികരിച്ചോ? സജിത്ത്, ഇന്നലെ രാത്രിയാണ് ഉണ്ണി മുകുന്ദന്റെ മാനേജർ വിപിൻ ഇൻഫോ പാർക്ക് പോലീസിന് പരാതി നൽകിയത്. ഒപ്പം അമ്മയ്ക്കും ഫെഫ്കയ്ക്കും പരാതി നൽകിയിട്ടുണ്ടെന്നാണ് വിപിൻ പറഞ്ഞിരിക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഉണ്ണി മുകുന്ദനെ ഇന്നലെ രാത്രി തന്നെ സംഘടനകൾ ബന്ധപ്പെട്ടുവെങ്കിലും ഉണ്ണി മുകുന്ദൻ പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. ഇതിന്റെ ഒരു വിശദീകരണം അമ്മ സംഘടന ഉണ്ണി മുകുന്ദനോട് നൽകാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷെ ഉണ്ണി മുകുന്ദൻ എവിടെയെന്നതിൽ കൃത്യമായിട്ടുള്ള ഉത്തരമില്ല. മാധ്യമങ്ങളടക്കം ഇതിനൊരു വിശദീകരണം എന്താണെന്ന് അറിയുന്നതിന് വേണ്ടി ഉണ്ണി മുകുന്ദനെ വിളിച്ചിരുന്നു. പക്ഷേ ഉണ്ണി മുകുന്ദൻ പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. എന്തായാലും വരും മണിക്കൂറുകളിൽ ഉണ്ണി മുകുന്ദന്റേതായിട്ടുള്ള ഒരു വിശദീകരണം ഇതുമായി ബന്ധപ്പെട്ടുണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇനി സംഭവത്തിലേക്ക് വന്നാൽ, കഴിഞ്ഞ ദിവസമാണ് ഈ നരിവേട്ട എന്ന ടൊവിനോ ചിത്രം റിലീസായത്. ഇതിന്റെ ഒക്കെ ഭാഗമായ ഒരു വ്യക്തിയാണ് വിപിൻ. ഉണ്ണിമുകുന്ദന്റെ 6 വർഷമായി ഉണ്ണിമുകുന്ദന്റെ മാനേജറായി പ്രവർത്തിക്കുന്നു. ഒപ്പം പൃഥ്വിരാജിന്റെ ഈ എമ്പുരാൻ സിനിമയിലടക്കം പ്രവർത്തിച്ച ഒരു വ്യക്തി കൂടിയാണ് വിപിൻ. ഈ നരിവേട്ട സിനിമയുടെയും ഭാഗമായിട്ടുള്ള ഈ വിപിൻ സിനിമ കണ്ടതിന് ശേഷം, പ്രിവ്യൂ കണ്ടതിന് ശേഷം ഫേസ്ബുക്കിൽ ഈ സിനിമയെ പ്രശംസിച്ചുകൊണ്ട് ഒരു പോസ്റ്റ് ഇട്ടിരുന്നു. ഇതിന് പ്രകോപനത്തോടു കൂടിയാണ് ഉണ്ണിമുകുന്ദൻ ഇന്നലെ കാക്കനാടുള്ള വിപിന്റെ ഫ്ളാറ്റിലേക്ക് വരികയും വിപിനെ പാർക്കിങ്ങിലേക്ക് വിളിച്ചു വരുത്തി ആദ്യം കരണത്തടിച്ചിട്ടാണ് സിനിമയെ പുകഴ്ത്തി പോസ്റ്റ് ഇട്ടത് എന്തിനാണെന്ന് ചോദിച്ച പ്രകോപനത്തോടെ മർദ്ദിക്കുന്നത്. ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചുവെങ്കിലും പിന്തുടർന്ന് വീണ്ടും മർദ്ദിക്കുകയായിരുന്നു എന്നാണ് വിപിൻ പറയുന്നത്. ഒപ്പം ഈ ടൊവിനോ തന്നെ നൽകിയ ഒരു കൂളിംഗ് ഗ്ലാസും വിപിന്റെ കയ്യിലുണ്ടായിരുന്നു. ഇത് ഉണ്ണി മുകുന്ദൻ നശിപ്പിക്കുകയും ചെയ്തു. ഇത് താഴെ ഇട്ട് ചവിട്ടുകയും ചെയ്തു എന്ന് വിപിൻ എഫ്ഐആറിൽ വ്യക്തമാക്കുന്നുണ്ട്. അങ്ങനെ നൽകിയ പരാതിയെ തുടർന്നാണ് ഇപ്പോൾ ഇൻഫോ പാർക്ക് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചിരിക്കുന്നത്. എന്തായാലും ഉണ്ണി മുകുന്ദനെ വരും ദിവസങ്ങളിൽ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യൽ അടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടക്കുമെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഈ മാർക്കോ എന്ന സിനിമയ്ക്ക് ശേഷം ഉണ്ണിമുകുന്ദന് ഒരു സിനിമ ഗെറ്റ് സെറ്റ് ബേബി എന്ന സിനിമ വേണ്ട വിധത്തിൽ വിജയം കൈവരിച്ചിരുന്നില്ല. ഒപ്പം ഗോകുലം പ്രൊഡക്ഷനുമായി ചേർന്ന് ഉണ്ണിമുകുന്ദൻ ഡയറക്ട് ചെയ്യുന്ന ഒരു സിനിമയൊക്കെ അനൗൺസ് ചെയ്തിരുന്നുവെങ്കിൽ കൂടിയും മറ്റു കാരണങ്ങളായി ഗോകുലം ഗ്രൂപ്പ് ഇതിൽ നിന്ന് പിന്മാറുകയും ഒക്കെ ചെയ്തിരുന്നു. അപ്പോൾ അതിൻ്റെതായിട്ടുള്ള ചില ഫ്രസ്ട്രേഷൻ ഉണ്ണിമുകുന്ദൻ ഉണ്ടായിരുന്നു എന്നാണ് വിപിൻ പറയുന്നത്. തനിക്കൊപ്പം ഉണ്ടായിരുന്ന ഈ ഉണ്ണിമുകുന്ദനോടൊപ്പം സിനിമയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന പലരോടും ഉണ്ണിമുകുന്ദൻ ഇതിന്റെ ഒരു ഫ്രസ്ട്രേഷൻ തീർക്കുമായിരുന്നു. അതിന്റെ ഭാഗമായിട്ടാണ് തന്നോടും ഇത്തരത്തിൽ പെരുമാറിയതെന്ന് കൂടി വിപിൻ പറയുന്നുണ്ട്. കൂടുതൽ കാര്യങ്ങൾ തനിക്ക് പറയണമെന്നുണ്ട്. പക്ഷേ ഈ പോലീസിൽ പരാതി നിൽക്കുന്നതിനാൽ ഇതിനുശേഷം വിശദമായി മാധ്യമങ്ങളെ കാണുന്നുണ്ടെന്ന് കൂടി വിപിൻ പറയുന്നുണ്ട്. എന്തായാലും ഇന്ന് നമ്മൾ ബന്ധപ്പെട്ടുവെങ്കിൽ പോലും വിപിൻ പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. എന്തായാലും ഉണ്ണിമുകുന്ദനെതിരെ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളാണ് ഇപ്പോൾ വിപിൻ ഉന്നയിക്കുന്നത്. സജിത്ത്. യെസ്, ഉണ്ണി മുകുന്ദൻ, പ്രമുഖ നടൻ ഉണ്ണി മുകുന്ദനെതിരാണ് പരാതി. എഫ്ഐആർ ഇട്ടിരിക്കുന്നു. ഇക്കാര്യത്തിൽ ഉണ്ണി മുകുന്ദൻ നടത്താൻ പോകുന്ന പ്രതികരണം കൂടി പ്രസക്തമായ കാര്യമാണ്. ഒപ്പം അമ്മ സംഘടനയും ഇക്കാര്യത്തിൽ വിശദീകരണം ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെ തുടർ നീക്കങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കുകയും ചെയ്യാം.
നവമി, ഒരു കാര്യം കൂടി, പോലീസ് എഫ്ഐആർ ഇട്ട കേസാണ്. സ്വാഭാവികമായും അത് ആ നിയമ നടപടികളുമായി മുന്നോട്ട് പോകുന്നു. ഈ ഉണ്ണി മുകുന്ദൻ അത് നേരിട്ടേ പറ്റുകയുള്ളൂ. അമ്മ സംഘടന ഈ വിഷയത്തിൽ സ്വീകരിക്കാൻ പോകുന്ന നിലപാട് എന്തായിരിക്കും? ഇതിൽ ഉണ്ണിയോട് വിശദീകരണം ആവശ്യപ്പെട്ടു എന്നതിനപ്പുറത്തേക്ക് മറ്റെന്തെങ്കിലും കാര്യങ്ങളിലേക്ക് കടക്കുന്നുണ്ടോ? ഈ വിശദീകരണം ഉണ്ണി മുകുന്ദനിൽ നിന്നും ഉണ്ടാകുമോ? എന്താണ് ഈ അമ്മ ഭാരവാഹികൾ നൽകുന്ന സൂചന? സജിത്ത്, അമ്മ സംഘടനയെ സംബന്ധിച്ച് അവർക്ക് ഇങ്ങനെ ഒരു പരാതി ലഭിച്ച് അതിന്റെ ഒരു അന്വേഷണത്തിലേക്ക് അപ്പുറത്തേക്ക് ഒരു നടപടി സ്വീകരിക്കാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. കാരണം ഒരു അഡ്ഹോക് കമ്മിറ്റിയായിട്ട് ആണിപ്പോൾ സംഘടന നിലനിൽക്കുന്നത്. ഇതിലെ ഭാരവാഹികളെല്ലാം സംഘടന തന്നെ ഇതിന്റെ എല്ലാവരെയും പിരിച്ചുവിടുന്ന ഒരു സാഹചര്യം നമുക്കറിയാം. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷം ഉണ്ടായിട്ടുണ്ട്. പിന്നീട് ഇങ്ങനെ ഉണ്ടാകുന്ന വിവാദങ്ങളിലൊന്നും പ്രതികരിക്കുമെന്നതിനപ്പുറത്തേക്ക് അല്ലെങ്കിൽ അവരുടെ ഒരു വിശദീകരണം ചോദിക്കുമെന്നതിനപ്പുറത്തേക്ക് ഒരു കൃത്യമായിട്ടുള്ളൊരു നിലപാടെടുക്കുവാൻ അമ്മ സംഘടനയ്ക്ക് കഴിയില്ല. ഈ ഷൈൻ ടോം ചാക്കോയുടെ വിഷയത്തിലൊക്കെ നമ്മളത് കണ്ടതുമാണ്. ഇതിലും ഒരു ഉണ്ണിമുകുന്ദന്റെ ഒരു വിശദീകരണം ആവശ്യപ്പെടും, ചിലപ്പോൾ ഒരു താക്കീത് നൽകുമായിരിക്കും. പക്ഷെ അതൊക്കെ ഇനി ജനറൽ ബോഡി കൂടിയതിന് ശേഷം മാത്രമേ ഈ നടനെതിരെ എന്ത് നടപടി എടുക്കണം എന്നൊരു തീരുമാനത്തിലേക്ക് അമ്മ സംഘടനയ്ക്ക് എത്താൻ കഴിയുകയുള്ളൂ. എന്തായാലും ഇപ്പോൾ വിശദീകരണം തേടിയിട്ടുണ്ട്. ഉണ്ണിമുകുന്ദനെ ബന്ധപ്പെട്ടുവെങ്കിലും ഉണ്ണിമുകുന്ദൻ ഫോൺ എടുക്കാൻ തയ്യാറായിട്ടില്ല എന്നാണ് അമ്മയിലെ അഡ്ഹോക് കമ്മിറ്റിയിലെ ചില അംഗങ്ങൾ വ്യക്തമാക്കുന്നത്. ഫെഫ്കയ്ക്കും പരാതി നൽകിയിട്ടുണ്ടെന്നാണ് ഈ വിപിൻ പറഞ്ഞത്. പക്ഷെ ഫെഫ്കയും ഇതിൽ ഒരു പ്രതികരണം തരാൻ തയ്യാറായിട്ടില്ല. ചിലപ്പോൾ ഒരു താക്കീത് എന്നതിനപ്പുറത്തേക്ക് വലിയ ഒരു നടപടികളിലേക്കൊന്നും സിനിമാ സംഘടനകൾ പോകുമെന്നും നമ്മൾ കരുതുന്നില്ല. എന്തായാലും വരും മണിക്കൂറിൽ ഇതുമായി ബന്ധപ്പെട്ട് കൃത്യമായിട്ടുള്ള ഒരു ഉത്തരം നൽകാൻ കഴിയും. ആദ്യം ഉണ്ണിമുകുന്ദന്റെ ഒരു വിശദീകരണമാണ് ആവശ്യം. കാരണം വിപിൻ ഇത്തരത്തിലുള്ള ഒരു ഗുരുതരമായിട്ടുള്ള ആരോപണം ഉന്നയിക്കുമ്പോൾ എന്താണ് ഉണ്ണിമുകുന്ദന് പറയാനുള്ളത് എന്നതുകൂടി അറിയേണ്ടതുണ്ട്. എന്തായാലും നിലവിൽ ഉണ്ണിമുകുന്ദൻ ഇതുമായി ബന്ധപ്പെട്ട് യാതൊരുവിധ പ്രതികരണങ്ങളോ വിളിച്ചാൽ ഫോൺ എടുക്കുകയോ ഒന്നും തന്നെ ചെയ്തിട്ടില്ല. പോലീസിനും ഉണ്ണിമുകുന്ദനെ ബന്ധപ്പെടാൻ കഴിയുന്നില്ല എന്നാണ് മനസ്സിലാകുന്നത്. പക്ഷേ ചോദ്യം ചെയ്യാൻ നോട്ടീസ് അയക്കും എന്ന അടക്കമുള്ള കാര്യങ്ങളും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. സജിത്, യെസ്, ചോദ്യം ചെയ്യാൻ നോട്ടീസ് അയക്കും. അത് സ്വാഭാവികമായ നടപടിയാണ് പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു. അപ്പോൾ അമ്മ സംഘടന ഇക്കാര്യത്തിൽ എന്ത് നിലപാടെടുക്കുമെന്നതും പ്രസക്തമായ കാര്യമാണ്. സിനിമാ മേഖലയിൽ നിന്നുള്ള തുടർ പ്രതികരണങ്ങൾ വരേണ്ടതുണ്ട്. മോശം പ്രവണതയല്ലേ ഒരു നടൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് എന്ന ചോദ്യം കൂടി ഈ ഘട്ടത്തിൽ പ്രസക്തമാണ്. കാരണം മറ്റൊരു സിനിമയെ പുകഴ്ത്തിയതിൻ്റെ പേരിൽ അല്ലെങ്കിൽ അതിനെ പ്രശംസിച്ച് പോസ്റ്റിട്ടതിൻ്റെ പേരിൽ ഇങ്ങനെ നടപടി എടുക്കാമോ? ഇക്കാര്യത്തിൽ എന്താണ് വസ്തുത എന്ന് ആദ്യം തന്നെ ഉണ്ണിമുകുന്ദൻ വിശദീകരിക്കേണ്ടതുണ്ട്. അതിനുശേഷം ഇക്കാര്യത്തിൽ നടപടിയും ഉണ്ടാവേണ്ടതുണ്ട്. എന്തായാലും ഈ സമയത്ത് ഇന്നലെയാണ് പരാതി ഉണ്ടാവുന്നത് വിപിൻ ദാസിൻ്റേത്. സ്വാഭാവികമായ സമയമാണ്. ഉണ്ണിമുകുന്ദന് പ്രതികരിക്കേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു. അദ്ദേഹം പ്രതികരിച്ചേ മതിയാവൂ. ഇക്കാര്യത്തിൽ വിശദീകരണം അദ്ദേഹം നൽകണം. പ്രത്യേകിച്ച് പോലീസ് കേസെടുത്ത് മുന്നോട്ട് പോകുന്ന സാഹചര്യത്തിൽ. എന്തായാലും നിലവിൽ ഈ പരാതിയിൽ ഉന്നയിച്ചിരിക്കുന്ന ആരോപണങ്ങൾ ഗുരുതരമാണ്. അത് ഈ തരത്തിൽ ഒരു നടൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയുന്നതുമല്ല. അതിൻ്റെ വസ്തുത വ്യക്തമാവേണ്ടതുണ്ട്. നിലവിൽ പരാതി, മാനേജറുടെ പരാതി മാത്രമാണ് മുന്നിലുള്ളത്. അതിനപ്പുറമുള്ള വിശദീകരണം വരുന്നില്ല. ഒരു പക്ഷേ ഉണ്ണി മുകുന്ദൻ ഈ ആക്ഷേപം നിരസിച്ചേക്കാം. എന്തായാലും ഈ കേസ് എത്ര കണ്ട് നിലനിൽക്കും, അതിൻ്റെ തെളിവുകൾ മറ്റും കൂടുതൽ വിശദാംശങ്ങൾ പുറത്തു വരേണ്ടതുണ്ട്. നവമി, ഒരു കാര്യം കൂടി, വിപിൻ ദാസിൻ്റെ പരാതിയിൽ ഉന്നയിക്കുന്ന കാര്യങ്ങൾ സംബന്ധിച്ച തെളിവുകൾ, അതിൻ്റെ ഒരു നിയമസാധ്യത എത്രമാത്രമുണ്ട്? അങ്ങനെ എന്തെങ്കിലും സൂചനകൾ നമുക്ക് ലഭിക്കുന്നുണ്ടോ? പോലീസ് കേന്ദ്രങ്ങൾ അത്തരം സൂചനകൾ പറയുന്നുണ്ടോ? സജിത്ത്, വിപിനും പറയുന്നത് തന്റെ ഫ്ളാറ്റിലെത്തി, കാക്കനാട്ടെ ഫ്ളാറ്റിലെത്തിയതിനു ശേഷമാണ് തന്നെ ഫ്ളാറ്റിന്റെ പാർക്കിങ്ങിലേക്ക് വിളിച്ചു വരുത്തിയതിനു ശേഷമാണ് ഉണ്ണിമുകുന്ദൻ ആക്രമിച്ചതെന്ന്. അങ്ങനെയാണെങ്കിൽ പാർക്കിങ്ങിലെ അടക്കം CCTV അല്ലെങ്കിൽ ഫ്ളാറ്റിലെ CCTV ദൃശ്യങ്ങളടക്കം പോലീസ് പരിശോധിക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെ CCTV ദൃശ്യങ്ങൾ ഉണ്ടെന്ന് തന്നെയാണ് നവമി തുടരുക. വിപിൻ നമുക്കൊപ്പം ചേരുന്നു. വിപിൻ, താങ്കളുടെ പരാതി ഇന്നലെ നമ്മൾ കേട്ടതാണ്, സാഹചര്യം അറിയാം. യഥാർത്ഥത്തിൽ മാധ്യമങ്ങളിൽ വിശദീകരിച്ചതുപോലെ തന്നെ എന്താണ് സംഭവിച്ചത്? നിങ്ങൾ തമ്മിൽ നേരത്തെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നോ? ഇല്ല, ഞാൻ അതുകൊണ്ട് ഇന്നലെ പറഞ്ഞിരുന്നതാണ്. ഞങ്ങൾ തമ്മിൽ വേറെ പ്രശ്നമൊന്നുമില്ല. ഞങ്ങൾ ആക്ച്വലി ഞാൻ പറയാം, ഞാൻ 6 വർഷമായിട്ട് പുള്ളിയുടെ മാനേജറായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ 18 വർഷമായിട്ട് ഇൻഡസ്ട്രി ഉള്ളതാണ്. ഞാൻ ഒരുപാട് പേർക്ക് വേണ്ടി വർക്ക് ചെയ്യുന്നുണ്ട്. ഒരുപാട് സിനിമയിലെ പ്രൊമോഷൻ കൺസൾട്ടന്റായിട്ട് വർക്ക് ചെയ്യുന്നതാണ്. 6 വർഷമായിട്ട് പുള്ളിയോട് വർക്ക് ചെയ്യുന്നതാണ്. പക്ഷേ റീസെന്റ് പുള്ളിക്കുണ്ടായ ഒരു അസ്വസ്ഥ, ഫ്രസ്ട്രേഷൻ, കാര്യങ്ങൾ തീർക്കുക, ഇതൊക്കെയുള്ള ഒരു പരിപാടിയാണ്. പുള്ളിക്കുണ്ടായ ഒരു പ്രശ്നം, ഒരു ചേഞ്ച് ഇൻ ബിഹേവിയർ. അത് അടുത്ത കാലത്ത് ഒരുപാടുണ്ടായി. പിന്നെ പുള്ളി ഡയറക്റ്റ് ചെയ്യാനിരുന്ന ഒരു പടം ഗൂഗിൾ മൂവീസ് പ്രൊഡ്യൂസ് അനൗൺസ് ചെയ്തതാണ്. അതിനുശേഷം അത് അവര് ബാക്കൗട്ട് ചെയ്തു. അപ്പൊ അതിൻ്റെ ആയിട്ടുള്ള ഫ്രസ്ട്രേഷൻ, പിന്നെ അതുപോലെ തന്നെ ഞാൻ പ്രൊമോട്ട് ചെയ്യുന്ന പടമാണ് നരിവേട്ട എന്ന് പറഞ്ഞൊരു പടമുണ്ട് ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്നത്.
അപ്പോൾ ഞാൻ വേറെ ഒരുപാട് പടങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നതാണ്. അപ്പോൾ നരിവട്ടം എന്ന പടത്തിന് വേണ്ടി ഞാൻ ഒരു പ്രൊമോഷൻ, ഒരു പോസ്റ്റ് ഇട്ടു, റിവ്യൂ ഇട്ടു, പ്രിവ്യൂ കണ്ടതിന് ശേഷം. അപ്പൊ അത് പുള്ളിക്ക് ഇഷ്ടപ്പെട്ടില്ല. അപ്പൊ ഇതിന്റെ എല്ലാം എന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിയുടെ കൂടെ 6 വർഷമായിട്ട് ഉണ്ടായിരുന്ന ആരും ഇപ്പൊ ഇല്ല. അപ്പൊ ഈ ഫ്രസ്ട്രേഷൻ തീർക്കാന്ന് പറഞ്ഞപ്പോ ലാസ്റ്റത്തെ ആളിപ്പോ ഞാനായിരിക്കും ഒരു ടോക്ക്. അപ്പം ഇതെല്ലാം നമ്മുടെ അടുത്ത് ഫ്രസ്ട്രേഷൻ തീർക്കുക, ദേഷ്യം കാണിക്കാന്ന് പറഞ്ഞാൽ ഇതൊന്നും നമ്മുടെ കുഴപ്പമൊന്നുമില്ല. പുള്ളിക്ക് ഇപ്പൊ മാർക്കോയ്ക്ക് ശേഷം ഉണ്ടായ കാര്യങ്ങളൊക്കെ പുള്ളിയുടെ സ്വന്തം ബിഹേവിയർ കൊണ്ടുണ്ടായ ഇതാണ് ഇൻഡസ്ട്രിയിൽ. അതിപ്പോ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, മനസ്സിലായില്ലേ? പിന്നെ നമുക്ക് എല്ലാവരും വെറുപ്പിച്ചിട്ടൊന്നും ഇൻഡസ്ട്രിയിൽ നിൽക്കാൻ പറ്റില്ല. ഞാൻ അങ്ങനത്തെ ഒരാളല്ല. പുള്ളിക്കൊക്കെ ആയിരിക്കും. പിന്നെ ഇതിപ്പോ നരിവട്ടം എന്ന് പറഞ്ഞ ഒരു ഇതിനിട്ടതിന് ശേഷം പുള്ളി എന്നോട് ഒരു മാനേജർ പരിപാടി നമുക്ക് നിർത്താന്ന് പറഞ്ഞു. ഓക്കെ, ഡൺ, ഒരു കുഴപ്പമില്ല. പക്ഷെ അതിനുശേഷം ഇന്നലെ വിളിച്ച് ഈ പറഞ്ഞ ഇങ്ങനെ ഒരു സംഭവം പുള്ളി ഇങ്ങനെ കരുതി കൂട്ടി വരുമെന്നോ നമ്മൾ ഉപദ്രവിക്കുമെന്ന് നമ്മൾ വിചാരിക്കുന്നില്ല. എന്റെ ഫ്ലാറ്റില് എന്റെ പാർക്കിങ്ങിലേക്ക് വിളിച്ച് ഇങ്ങോട്ട് പാർക്കിങ്ങിലേക്ക് താഴേക്ക് ഇറങ്ങി വരാൻ പറഞ്ഞിട്ട് ഉപദ്രവിക്കായിരുന്നു, അസഭ്യ ഭീഷണിയൊക്കെ ആയിരുന്നു. വിപിന്, ഈ ഉണ്ണി മുകുന്ദൻ ഇപ്പോൾ നൽകുന്ന വിശദീകരണം ഇങ്ങനെയാണ്: താങ്കളെ മർദ്ദിച്ചിട്ടില്ല, മറിച്ച് പ്രശ്നങ്ങൾ പറഞ്ഞു തീർക്കാൻ വേണ്ടി വിളിച്ചു വരുത്തുകയാണ് ചെയ്തത് എന്നതാണ്. ആദ്യം തന്നെ മർദ്ദിച്ചു എന്ന ആക്ഷേപം ഉണ്ണി നിഷേധിക്കുകയാണ്. അതിപ്പോ അങ്ങനെയല്ലേ പുള്ളി ചെയ്യൂ. എന്നെ വിളിച്ചു വരുത്തിട്ട് മർദ്ദിക്കാനല്ലെങ്കിൽ താഴെ ബേസ്മെന്റ് വരേണ്ട കാര്യമില്ല. ഇവിടെ വേറെ ഗസ്റ്റ് ലോഞ്ച് ഉണ്ട്. നോർമലി പുള്ളി വരുന്നത് ഗസ്റ്റ് ലോഞ്ചിലാണ് വരേണ്ടത്. ഗസ്റ്റുകൾ വന്നു കഴിഞ്ഞാൽ ബേസ്മെന്റ് P2 പാർക്കിങ്ങിൽ പുള്ളി വരേണ്ട കാര്യമില്ല. അത് നമ്മൾ റെസിഡൻസിന്റെ പാർക്കിംഗ് ഏരിയ ആണ്. അപ്പൊ പുള്ളി കരുതി കൂട്ടി CCTV ഒക്കെ നോക്കി കണ്ട് വിളിച്ചതാണ്. അപ്പോൾ നമ്മൾ വിചാരിക്കുന്നില്ല ഉപദ്രവിക്കാനാണ് നമ്മൾ വിചാരിക്കുന്നില്ല. താഴെ ഇറങ്ങി വിളിച്ചിട്ട് പുള്ളി കൃത്യമായിട്ട് സൈഡിലോട്ട് മാറ്റി നിർത്തിയിട്ടാണ് ഉപദ്രവിച്ചത്. അത് ഞാൻ ഒരു കണ്ണാടി വെച്ചിട്ടുണ്ടായിരുന്നു. അത് പുള്ളി കണ്ണാടി ഊരാൻ പറഞ്ഞു. അപ്പൊ നമുക്കൊരു ഒരാളുടെ ബോഡി ലാംഗ്വേജ് കാണുമ്പോൾ അറിയാമല്ലോ സ്ലാപ്പ് ചെയ്യാൻ പോകുന്നുണ്ട്. അപ്പൊ പുള്ളി ഉപദ്രവിക്കുന്നു. ഞാനപ്പോ എനിക്ക് സ്വയരക്ഷാർത്ഥം എനിക്ക് ഓടുക രക്ഷയുള്ളൂ. ഞാൻ അവിടുന്ന് എസ്കേപ്പ് ചെയ്യാൻ നോക്കുന്നു, ഓടുന്നു. വേറെ ആ പാർക്കിംഗ് സ്ലോട്ടിലൂടെ ഞാൻ ഒരുപാട് അവിടെയൊക്കെ CCTV ഉണ്ട്, അതിലൊക്കെ വിഷ്വൽസിലൊക്കെ കിട്ടും എത്രത്തോളം. ഞാൻ അപ്പൊ അവിടെ വേറൊരു ഇൻമേറ്റ് ഉണ്ടായിരുന്നു, വേറൊരു ഫ്ലാറ്റിലെ ഒരു ചേട്ടൻ അവിടെ ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ പുള്ളിയുടെ അടുത്തേക്ക് ഓടി, ആരെങ്കിലും രക്ഷിക്കണ്ടേ. അപ്പൊ പുള്ളി പിടിച്ചു മാറ്റുന്നു. അവിടെ സ്ട്രഗിൾ ഉണ്ടായി. പിന്നെ കണ്ണാടി, അപ്പോഴാണ് എന്റെ കണ്ണാടി എന്റെ മുഖത്തുനിന്ന് എടുത്തിട്ട് നശിപ്പിച്ചു. വീണ്ടും ഒന്നും തള്ളുമായിട്ട് ഞാൻ അവരൊക്കെ ഓടി കളിക്കുകയാണ്. കാരണം വെച്ചാൽ നമുക്കൊരു അങ്ങനെ ഒരു കായികമായിട്ട് അല്ലെങ്കിൽ ഒരു ഫിസിക്കൽ സാധനമൊന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പൊ എനിക്ക് സ്വയരക്ഷാർത്ഥം അങ്ങോട്ട് മാറി പോകാനേ പറ്റുള്ളൂ. അപ്പൊ അസഭ്യം പറഞ്ഞ് അങ്ങനെ കാര്യങ്ങളൊക്കെ പോയി. പിന്നെ ആ ചേട്ടൻ ഉണ്ടായിരുന്നു, അവിടെ ഒരു ആളുണ്ടായിരുന്നു. പുള്ളി കണ്ടതാണ്. പുള്ളി ഉണ്ടായിരുന്നത് പിടിച്ചു മാറ്റിയോണ്ടാണ് വലിയ അപായത്തിലും ഇല്ലാതായത്. ഓക്കെ, ഈ ഉണ്ണി എടുത്ത വിശദീകരണം മറ്റൊരു തരത്തിൽ കൂടി വരുന്നുണ്ട്. മർദ്ദനം എന്ന ആക്ഷേപത്തിന് അപ്പുറത്തേക്ക് നിങ്ങൾ തമ്മിൽ മറ്റ് ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്നതാണ് ഉണ്ണി മുകുന്ദൻ പറയുന്നത്. താങ്കൾ ഉണ്ണി മുകുന്ദനെതിരെ ബോധപൂർവമായ തെറ്റായ വാർത്തകൾ പറയുകയും മോശമായി ചിത്രീകരിക്കാനും ശ്രമമുണ്ടായി. അതിന്റെ പേരിൽ നേരത്തെ തന്നെ ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ്. അങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? ഞാൻ പുള്ളിയുടെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ ഞാൻ പുള്ളിക്കെതിരെ വർക്ക് ചെയ്യൂ. ഞാൻ പുള്ളിയുടെ പടങ്ങൾ പ്രൊമോട്ട് ചെയ്യും, പുള്ളിയുടെ PR വർക്ക് ചെയ്യുന്നു, പുള്ളിയുടെ മാനേജറായിട്ട് ചെയ്യുമ്പോൾ ഞാൻ പുള്ളിക്കെതിരെ നിൽക്കുമോ? അത് എന്തൊരു ക്വൈറ്റ് റിഡിക്കുലസ്. ഡിനേ ചെയ്യുന്നു. അതായത് നിൽക്കുന്നതിന് ചിന്തിച്ചൂടെ? ഇത്രയും പുള്ളിയുടെ സ്വഭാവ സവിശേഷതകൾ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പണ്ടുള്ള ഇൻസിഡൻസ് ഒക്കെ ഞാൻ പറയേണ്ട കാര്യമില്ല. പുള്ളിയുടെ ക്രിമിനൽ നേച്ചറൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യം. അപ്പൊ നമ്മൾ അങ്ങനെ ഒരുപാട് പുള്ളിയുടെ കാര്യങ്ങൾ നമ്മൾ കവറപ്പ് ചെയ്ത് കൊണ്ടുവന്നതാണ് അല്ലെ. ഒരു ആസ് എ ഫ്രണ്ട്, ആസ് എ പ്രൊഫഷണൽ ഒരു ജോബ്. ഞാൻ പുള്ളിയുടെ സാലറി സ്റ്റാഫ് ഒന്നുമല്ല. എന്നാൽ പോലും നമ്മൾ വളരെ അടുത്ത് കാര്യങ്ങൾ പുള്ളിക്കാരന് വേണ്ടി ചെയ്തതാണ്. പുള്ളിക്കാരന്റെ പടങ്ങൾ പ്രൊമോട്ട് ചെയ്യുക, അല്ലെങ്കിൽ പുള്ളിയുടെ PR വർക്കിന് പുള്ളിയുടെ കാര്യങ്ങൾ നമ്മൾ വളരെ ആത്മാർത്ഥമായിട്ട് ജോലി ചെയ്തിട്ടുണ്ടല്ലേ. ഇപ്പൊ കാണാമല്ലോ, എല്ലാവർക്കും നമ്മളൊക്കെ പബ്ലിക് ഡൊമൈനിലുള്ള ആൾക്കാരാണ്. എല്ലാവർക്കും എല്ലാ മീഡിയ സുഹൃത്തുക്കൾക്കും എന്നെ അറിയാം, എല്ലാവർക്കും ഉണ്ണിയെ അറിയാം. അപ്പൊ എല്ലാവർക്കും അറിയാം ആർക്കാണ് ടെമ്പർ ഇഷ്യൂ ഉള്ളതും ആർക്കാണ് സ്വഭാവം ഇങ്ങനെയുള്ളതും ഒക്കെ ഒരു ഹിസ്റ്ററി ഉള്ളതെന്നും. അപ്പൊ ഞാൻ പുള്ളി എന്ത് കരുതി കൂട്ടി ഞാൻ ചെയ്യാനാണ്? അങ്ങനെയാണെങ്കിൽ പുള്ളി ഞാൻ നരിവേട്ടം എന്ന് പറഞ്ഞ സാധനം ഇട്ടെന്ന് പുള്ളിക്ക് എന്താണ് പ്രശ്നം? ഞാൻ അതാ പറഞ്ഞേ, ഫിസിക്കൽ അബ്യൂസിങ് എന്ന് പറയുന്ന ഒരു മെന്റാലിറ്റി ഒരാൾക്കും വരാൻ പാടില്ലല്ലോ. ഒരാളെ കായികമായിട്ട് ഉപദ്രവിക്കുക, ഐ മീൻ ഫിസിക്കലി ഉപദ്രവിക്കുക എന്ന് പറയുന്നത്, ശാരീരികമായി ഉപദ്രവം എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ച് എനിക്ക് ഭയങ്കര ഒരു തോമയായ കാര്യമാണ്. എനിക്ക് നല്ല തീരെ വയ്യായിരുന്നു. ഞാൻ ഹോസ്പിറ്റലിൽ പോയി ചികിത്സ എടുത്തിരുന്നു. അതിനുശേഷമാണ് ഞാൻ പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റ് കൊടുത്തത്. ഈ മേപ്പടിയാൻ സിനിമയുടെ സംവിധായകൻ നിങ്ങൾക്കിടയുള്ള തർക്കത്തിൽ ഇടനില നിന്നിരുന്നു. അതുപോലെ ഇന്നലെ ഈ സംഭവം നടക്കുമ്പോൾ മറ്റൊരാൾ കൂടി അവിടെ ഉണ്ടായിരുന്നു എന്ന കാര്യമൊക്കെ ഉണ്ണി മുകുന്ദൻ വിശദീകരിക്കുന്നുണ്ട്. അങ്ങനെ സംഭവിച്ചിട്ടുണ്ടോ? എന്ത് സംഭവിക്കുമ്പോൾ? ഇന്നലെ ഈ മർദ്ദനം ഉണ്ടാകുന്ന താങ്കൾ മർദ്ദിച്ചു അത് ഞാൻ പറഞ്ഞല്ലോ.
ഒരു ചേട്ടനുണ്ടായിരുന്നു, നമ്മുടെ ഈ അപ്പാർട്ട്മെന്റിൽ തന്നെയുള്ള മറ്റൊരു ചേട്ടൻ ഉണ്ടായിരുന്നു. ആ ചേട്ടന്റെ അല്ല, എനിക്കല്ലാതെ എന്ത് ചെയ്യാൻ പറ്റും? ആരെങ്കിലും അഭയം പ്രാപിച്ചല്ലേ പറ്റൂ. പുള്ളിക്ക് അറിയാവുന്നതാണ്, പുള്ളിക്ക് ഉണ്ണിയെ അറിയാവുന്നതാണ്, ഉണ്ണിക്ക് പുള്ളി അറിയാവുന്നതാണ്. അപ്പൊ ആ പുള്ളി പറഞ്ഞാലല്ലേ കേൾക്കത്തുള്ളൂ. എനിക്ക് അല്ലാതെ എന്ത് ചെയ്യാൻ പറ്റും? എനിക്ക് അവിടെ ഒരു ഈ ചേട്ടൻ എന്ന് പറയുന്ന ആളാണ് വിഷ്ണു ഉണ്ണിത്താൻ, അദ്ദേഹമാണോ? വിഷ്ണു ഉണ്ണിത്താൻ, അതെ 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 അതെ. വിഷ്ണു ഉണ്ണിത്താനാണ് ഒപ്പം ഉണ്ടായിരുന്നത് അല്ലേ? അതെ അതെ അതെ. താങ്കൾ പറയുന്നത് താങ്കളെ മർദ്ദിച്ച ദൃശ്യങ്ങളൊക്കെ CCTV-യിൽ തെളിവായി ഉണ്ട് എന്നുള്ള കാര്യമാണോ? തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഉണ്ട്. ഓക്കെ. എനിക്ക് മർദ്ദനം പറ്റുന്നുണ്ട്. അത് ഓൾറെഡി ഞാൻ ഹോസ്പിറ്റലിലും പോയിട്ട് ഞാൻ ചെയ്തിട്ടുണ്ട്. എന്റെ കയ്യിലെല്ലാം സ്ക്രാച്ചസും കാര്യങ്ങളൊക്കെ ഉണ്ട്. എനിക്ക് സ്ലാപ്പ് കിട്ടി. ബാക്കി കയ്യിലുണ്ടായിരുന്ന സ്ട്രഗിൾസിന്റെ എല്ലാം ഇതെല്ലാം ഞാൻ ഹോസ്പിറ്റലിൽ റെക്കോർഡിക്കലുള്ളതാണ്. ഈ ഉണ്ണി ആരോപിക്കുന്നത്, ആക്ഷേപം ഇങ്ങനെയാണ്: നിങ്ങൾ ഉണ്ണിയെക്കുറിച്ച് അപഖ്യാതി പറഞ്ഞു പരത്തി, മുമ്പ് തെറ്റായ കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട്, അതിന് കുറ്റമേറ്റു പറയുകയാണ് താങ്കളുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. മേപ്പടിയാൻ സംവിധായകനോട് താങ്കൾ ആ കുറ്റമേറ്റു പറഞ്ഞു എന്നൊക്കെയാണ് ഉണ്ണിയുടെ വാദം. മേപ്പടിയാൻ സംവിധായകനോട് ഞാൻ എന്ത് പറയുന്നത്? മേപ്പടിയാൻ സംവിധായകൻ എന്റെ അടുത്ത സുഹൃത്താണ്. മേപ്പടിയാനാണ് ഉണ്ണിക്ക് ഒരു സെക്കൻഡ് ഫേസ് കൊടുത്ത ഒരു പടം. ആ ചിത്രത്തിന്റെ സംവിധായകനോട് പോലും പുള്ളി കൂറ് പുലർത്തിയിട്ടുണ്ടെന്ന് പുള്ളിയോട് ചോദിച്ചറിയാം. മനസ്സിലായില്ല. അതിനുശേഷം അവര് തമ്മിലൊരു പടം ചെയ്തിട്ടില്ല. പക്ഷെ ഒരുപാട് സഹായങ്ങൾ പുള്ളി കൂടെ ഫ്രണ്ട് ആയിട്ട് നടക്കുന്നുണ്ട്. നമ്മളൊക്കെ ചെയ്തിരുന്നു. പുള്ളിക്ക് അങ്ങനെ അല്ലാതെ ഒരു വലിയ സൗഹൃദ വലയൊന്നും ഇല്ല. അത് ചെറിയ സൗഹൃദ വലയാണുള്ളത്. അപ്പൊ നമ്മളൊക്കെ കൂടെ നിൽക്കുന്ന ആൾക്കാരാണ്. അതിനകത്ത് പുള്ളിക്കെതിരെ അപഖ്യാതില്ല. നാട്ടുകാർ മൊത്തം പുള്ളിക്കെതിരെ പറയുമ്പോൾ നമ്മളൊക്കെ ഉണ്ടായിരുന്നുള്ളൂ കൂടെ. മനസ്സിലായില്ലേ? പുള്ളിക്ക് ആകപ്പാടുണ്ടായിരുന്ന ഞാനോ അല്ലെങ്കിൽ മേപ്പടിയാന്റെ ഡയറക്ടർ വിഷ്ണു മോനൊക്കെ ഇങ്ങനെ വളരെ കുറച്ച് സൗഹൃദം മാത്രമേ ഉള്ളൂ. പുള്ളിക്ക് എന്ത് വന്നാലും ഒരു ബ്ലഡ് ടെസ്റ്റ് ചെയ്യാനാണെങ്കിലും എന്തെങ്കിലും ചെയ്യാനാണെങ്കിലും പുള്ളിക്കൊരു എന്ത് കാര്യത്തിലും നമ്മൾ ഓടിയെത്താൻ നമ്മളെ ഉണ്ടായിരുന്നുള്ളൂ. അത് ഒരാഴ്ച മുന്നേ ഉള്ള ഒരു പ്രിവ്യൂ ഷോയുടെ വീഡിയോ വരെ ഇപ്പൊ എനിക്ക് വന്ന് ഒരുമിച്ചിട്ടുണ്ട്. ഞങ്ങൾ ഒരുമിച്ചല്ലേ. പുള്ളിക്ക് എന്തെങ്കിലും പോകണമെന്നുണ്ടെങ്കിൽ നമ്മളെ വിളിക്കുന്നു. ആ വീഡിയോ ഒക്കെ യൂട്യൂബിൽ അവൈലബിൾ അല്ലേ? ഒരു സിനിമയുടെ വേറൊരു പ്രിവ്യൂവിന് പോയപ്പോൾ ഞാൻ കൂടെ ഉണ്ടായിരുന്നു. അപ്പൊ ഇതെല്ലാം ഫ്രസ്ട്രേഷനും ഒരു ഒറ്റയടിക്ക് ഇങ്ങനെ ചെയ്യാന്ന് പറയുന്ന ഒരു ഇതല്ലേ. ഇപ്പൊ വേറെ ആരും ഇല്ല. കാരണം 6 വർഷത്തിനിടയിൽ ഒരുപാട് പണ്ട് കൂടെ ഉണ്ടായിരുന്ന ഒരുപാട് പേരൊന്നും ഇപ്പൊ ഇല്ല. എല്ലാവരും പോയി. താങ്കൾക്കെതിരെ ഈ സിനിമാ സംഘടനകൾക്കിടയിൽ നിരവധി പരാതികൾ ഉണ്ടായിരുന്നു. മാർക്കോ സിനിമയുടെ സമയത്തും അതിന്റെ പ്രമോഷനുമായി ബന്ധപ്പെട്ടും ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ഒരു പ്രമുഖ നടി വിപിനെതിരെ ICC-യിൽ പരാതിപ്പെട്ടിട്ടുണ്ട്. തുടങ്ങിയ ആക്ഷേപങ്ങൾ ഉണ്ണിയുണ്ട്. എന്താണ് ആ സംഭവം? അങ്ങനത്തെ ഒരു പരാതിയില്ല. മാർക്കോ ഞാനാണ് പ്രൊമോഷൻ ചെയ്തിട്ടുണ്ട്. ഞാനും ഭാഗമാണ്. ഒരുപാട് പേര് പ്രൊമോട്ട് ചെയ്തിട്ടുണ്ട്. മാർക്കോ ഈസ് എ വെരി ബിഗ് മൂവി. അത് ഒരുപാട് പേര് പ്രൊമോട്ട് ചെയ്ത മൂവിയാണ്. ഞാൻ അതിനകത്ത് പ്രൊമോഷൻ ഡിജിറ്റൽ കൺസൾട്ടന്റ് ആയിട്ട് വർക്ക് ചെയ്ത മൂവിയാണ്. അതിന്റെ ഇനീഷ്യൽ ഡിസ്കഷൻ സമയം തൊട്ട് ഞാൻ ഒന്നുകൂടെ ഉണ്ടായിരുന്നതുകൊണ്ട് ഞാൻ എന്നോട് വർക്ക് ചെയ്ത ഒരു മൂവിയാണ് മാർക്കോ എന്ന് പറയുന്നത്. അത് നമ്മൾ ഒരുപാട് പ്രൊമോഷനും കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. പടം വലിയ വിജയമാണ്. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അതല്ലാതെ മറ്റുള്ള ആക്ഷേപങ്ങളൊക്കെ വെറും തെറ്റുകഥകൾ മാത്രം. ഈ ഉണ്ണിയുടെ വിശദീകരണത്തിൽ തന്നെ വ്യക്തമാണ് നിങ്ങൾ തമ്മിൽ വർഷങ്ങളായി വളരെ വ്യക്തിബന്ധമുണ്ട്, കുടുംബപരമായി തന്നെ ബന്ധങ്ങളുള്ള വ്യക്തികളാണെന്നുള്ളത് കാര്യം പറയുന്നുണ്ട്. പിന്നെ ഈ സംഭവിച്ചത് നരിവേട്ട സിനിമയുടെ പ്രൊമോഷൻ താങ്കൾ ഇട്ടു എന്ന ഒറ്റ കാരണത്താൽ തന്നെയാണോ? താങ്കൾ ഇന്നലെ ഉന്നയിച്ച ആക്ഷേപമാണ്, അതിൽ തന്നെ താങ്കൾ ഉറച്ചു നിൽക്കുകയാണോ? അതെ, തീർച്ചയായിട്ടും. കാരണം അത് ഇട്ടതിന് ശേഷം പുള്ളി രാത്രി എന്നെ വിളിച്ചു പറഞ്ഞു ഇനി ഈ പരിപാടി വേണ്ടെന്ന് പറഞ്ഞു. പുള്ളിയുടെ മാനേജർ പരിപാടി വേണ്ടെന്ന് പറഞ്ഞു. ഞാൻ അപ്പൊ തന്നെ ഓക്കെ എന്ന് പറഞ്ഞു. അപ്പൊ ഇതിൽ ഇത്ര ഫ്രസ്ട്രേഷൻ കാണേണ്ട കാര്യമൊന്നുമില്ലല്ലോ. പിന്നെ അതില് ഞാൻ ഉപയോഗിക്കുന്ന സൺഗ്ലാസ് വേറൊരാൾ മേടിച്ചെന്ന് പറയാം. അതൊക്കെ എന്റെ പ്രോപ്പർട്ടി നശിപ്പിക്കുക, എന്നെ ദേഹോദരം ഉപയോഗിക്കുക, ഇങ്ങനത്തെ ഒരു മെന്റാലിറ്റി തോന്നുന്നു പറഞ്ഞാൽ എന്താണ്? അല്ല, ഈ സൺഗ്ലാസുമായി ബന്ധപ്പെട്ട പ്രശ്നം എന്താണ്? താങ്കൾക്ക് മറ്റാരാണ് സൺഗ്ലാസ് വാങ്ങി കൊടുത്തെന്ന്? എനിക്ക് മറ്റൊരു പ്രമുഖ താരം മേടിച്ചത് ഗിഫ്റ്റ് ചെയ്തതെന്ന കണ്ണാടിയാണ്. അത് പുള്ളിക്ക് അറിയാവുന്ന ടൊവിനോ തോമസ്. പേര് ഞാൻ പറയുന്നില്ല. അത് പുള്ളിക്കറിയാം. പൊട്ടിച്ച പുള്ളിക്കറിയാം, തന്ന ആൾക്കൊക്കെ അറിയാം. അല്ല, അപ്പം അത് ആ നടനുമായുള്ള ഒരു വൈരാഗ്യമാണോ? താങ്കൾക്ക് പേര് പരാമർശിക്കേണ്ട, ആ നടനുമായുള്ള വൈരാഗ്യമാണോ യഥാർത്ഥത്തിൽ? എനിക്കറിയില്ല ഇതൊക്കെ. കാരണം ഞാൻ എല്ലാവരോടും നല്ല ബന്ധം പുലർത്തുന്നതാണ്. മനസ്സിലായില്ലേ? എനിക്കത് പേഴ്സണൽ റിവെഞ്ച് ആണോ പ്രൊഫഷണൽ റിവാലിറ്റി ആണോ ഇതൊന്നും പറയാൻ ഞാനാണെന്നില്ല. മനസ്സിലായില്ലേ? ഞാൻ എല്ലാവരോടും വളരെ നല്ല ബന്ധം പുലർത്തുന്ന ആളാണ്. സിനിമയിൽ ഒരുപാട് ബന്ധങ്ങളുണ്ട് എനിക്ക്. ഞാൻ ഒരുപാട് മീഡിയ സുഹൃത്തുക്കളുണ്ട്. സിനിമയിലാണെങ്കിലും ഞാൻ എല്ലാവരോടും നല്ല ബന്ധം പുലർത്തുന്ന ഒരാളാണ്. 18 വർഷമായിട്ട് ഞാൻ ഇൻഡസ്ട്രിയിലുണ്ട്. അപ്പൊ അതൊന്നും പറയാൻ എനിക്ക് അറിയില്ല. എനിക്കുണ്ടായ പരാതി കൊടുത്തിട്ടുണ്ട്, പോലീസിന് കൊടുത്തിട്ടുണ്ട്, മൊഴി കൊടുത്തിട്ടുണ്ട്. വിപിന് വർഷങ്ങളായി ഉണ്ണി അറിയാവുന്നത് കൊണ്ട് തന്നെ ചോദിക്കുകയാണ്, ഉണ്ണി മുകുന്ദന് അത്തരം ഒരു സിനിമയിൽ അങ്ങനെ ഒരു വലിയ ബന്ധമില്ലാത്ത വ്യക്തിയാണോ? മീൻസ് ഇത്തരം സൗഹൃദങ്ങൾ സൂക്ഷിക്കാത്ത വ്യക്തിയാണോ? അങ്ങനെയുണ്ടോ? അത് നിങ്ങൾക്ക് ചിന്തിച്ചാൽ നിങ്ങൾക്ക് അറിയാം. പുള്ളിയുടെ കൂടെ ഈ പറയുന്ന പോലെ
വർക്ക് ചെയ്ത ആൾക്കാർ എത്ര പേര് ഇന്ന് കൂടെ ഉണ്ടെന്നുള്ളതും ഒപ്പം നമ്മളൊക്കെ പുള്ളി കൂടെ നിൽക്കുന്നത് ഈ പറയുന്ന പോലെ വളരെ ആത്മാർത്ഥമായിട്ടാണ്. ഈ പറഞ്ഞ പോലെ ഒരാൾക്ക് അർഹിക്കുന്ന ഒരു കാര്യം നഷ്ടപ്പെട്ടു പോകരുതെന്ന് വിചാരിക്കുന്ന ഒരാളാണ്. നമുക്ക് അങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാരാണ്, കുറച്ചുകൂടെ വൈഡായിട്ട് ചിന്തിക്കുന്ന ആൾക്കാരാണ്. മനസ്സിലായില്ലേ? അങ്ങനെ ഈ വലിയൊരു കൂട്ടായ്മയോ ഫോക്കസോ ഒന്നും ഒന്നും ആവശ്യമില്ല. സിനിമയിൽ നിലനിൽക്കാൻ ഇതിന്റെ ഒന്നും ആവശ്യമില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരാൾക്ക് ഒരു കഴിവുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു സിനിമയിൽ നിലനിൽക്കാൻ അർഹതയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിലനിൽക്കും, അല്ലെ? അർഹത ഉള്ളവർ ഏത് മേഖലയിലാണെങ്കിലും നിലനിൽക്കും എന്നാണ് എന്റെ വിശ്വാസം. അപ്പൊ അതുകൊണ്ട് അങ്ങനെ തുടർന്ന് പോകുന്നു. പിന്നെ ഒരു നമ്മുടെ ഒരു ജോബാണ്, നമ്മുടെയൊക്കെ ഒരു ഇതാണ്. നമ്മൾ പലർക്കും വേണ്ടി സൗഹൃദങ്ങളുണ്ട്, സിനിമകൾ, ഈ പറഞ്ഞ ഇതൊക്കെ ഒരു ജോബിന്റെ പാർട്ടായിട്ട് ഒരുപാട് കാര്യങ്ങൾ. വിപിൻ, ഞാൻ നേരിട്ട് തന്നെ ചോദിക്കുകയാണ്. കാരണം ഉണ്ണി മുകുന്ദൻ നൽകുന്ന വിശദീകരണത്തിൽ അദ്ദേഹം ടൊവിനോ തോമസിന്റെ പേര് പരാമർശിക്കുന്നുണ്ട്. തന്നെയും ടൊവിനെയും തെറ്റിക്കാൻ വേണ്ടി വിപിൻ ബോധപൂർവ്വം ഉണ്ടാക്കുന്നതാണെന്നാണ്. അപ്പോൾ ഈ ടൊവിനോയും തന്നെയാണ് ഇതിന്റെ അതൊരു കഥാപാത്രമെന്ന് വ്യക്തമാവുകയാണ്. വെറുതെ എന്തിനാണ് ടോബിനോയുടെ പേരൊക്കെ കൊണ്ടുവന്നത്? അതൊക്കെ പുള്ളിക്ക് അങ്ങനെ തോന്നിയാൽ ഞാനിപ്പോ എന്ത് ചെയ്യാൻ പറ്റും? അത് പുള്ളി അങ്ങനെയാണെങ്കിൽ ഹി ഹാസ് ടു ടെൽ. ഞാൻ നരിവേട്ടം എന്ന് പറഞ്ഞ പടം ചെയ്യുമ്പോൾ പുള്ളിക്ക് അതിപ്പോ ഒരു വ്യക്തിയോടെന്നുള്ള രീതിയിലല്ലല്ലോ. അതാ ഞാൻ ചോദിക്കുന്നത്, എന്തിനങ്ങനെ തോന്നണം? ഞാൻ പറയുന്നില്ല പുള്ളിക്ക്. ഞാനിപ്പോ ഒരു സിനിമയുടെ അതിപ്പോ 6 പടം ആയിക്കോട്ടെ, ഞാൻ വർക്ക് ചെയ്യുന്ന ഒരു പടമാണ്. ഞാൻ എന്റെ സോഷ്യൽ മീഡിയ പ്രൊഫൈലിൽ അതിനെ പറ്റി ഇടുമ്പോൾ അത് അതിന്റെ പേരിൽ എന്നോട് തട്ടിക്കറേണ്ട കാര്യമില്ല. കാരണം അതെന്റെ ജോബാണ്. ഞാൻ ഒരുപാട് സിനിമകൾ പ്രൊമോട്ട് ചെയ്തതാണ്. പിന്നെ ഒരു നടനോടെന്നുള്ള രീതിയില്ല, ഒരു പ്രൊഫഷണൽ റിവാൽറി എന്ന് പറയുന്നത് അങ്ങനല്ലല്ലോ. അങ്ങനെ ഒരു ഹെൽത്തി റിലേഷൻഷിപ്പ് കൊണ്ടു നടക്കാന്നുള്ളതാണ് എനിക്കറിയില്ല. ഇതൊക്കെ പുള്ളിയുടെ ഭാഷയും പുള്ളിയുടെ വേർഷൻ എനിക്കറിയത്തില്ല. ഞാൻ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് എല്ലാവരുമായിട്ടും നല്ല ബന്ധമാണുള്ളത്. ഞാൻ ആരും തമ്മിലടിപ്പിക്കാനോ ഉണ്ടെന്ന് എനിക്ക് ആവശ്യമില്ല. കാര്യം ഞാൻ എല്ലാ കാര്യത്തിനും വളരെ മിതമായ രീതിയിൽ പെരുമാറുന്ന ആളാണ്. എന്നെ അറിയാവുന്നവർക്കറിയാം ഞാൻ എത്ര മിതത്വം പാലിക്കുന്ന ആളാണെന്നും എന്ത് രീതിയിലുള്ള ഡീലിങ്സിലാണെങ്കിലും ഞാൻ എല്ലാവരോടും വളരെ സൗമ്യമായിട്ട് പെരുമാറുന്ന ആളാണ്. സൗഹൃദം കൊണ്ടു നടക്കുന്ന ആളാണ്. സിനിമാ ബന്ധം മാത്രമല്ല, ഞാൻ അല്ലാതെ വളരെ നല്ല സൗഹൃദമാണ് സിനിമയിൽ. എല്ലാ പ്രമുഖ നടന്മാരുമായിട്ടും സംവിധായകരായിട്ടും നിർമ്മാതാക്കളായിട്ടും മീഡിയ സുഹൃത്തുക്കളായിട്ടും. അപ്പൊ അതുകൊണ്ട് എനിക്ക് ഇങ്ങനത്തെ ബാലിശമായ ആരോപണങ്ങൾക്ക് മറുപടി പറയാൻ വയ്യ. അത് പുള്ളിയുടെ പ്രശ്നമായിരിക്കും. ഓക്കെ, താങ്കൾ ഇനി പോലീസിൽ പരാതി കൊടുത്തു. ഇതിനപ്പുറത്തേക്ക് സിനിമാ രംഗത്തേക്ക് താങ്കൾ പരാതി കൊടുക്കും. താങ്കൾ ഞാൻ കൊടുത്തിട്ടുണ്ട്. അസോസിയേഷൻസ്, അമ്മ അസോസിയേഷൻ, ഫെഫ്ക, പ്രൊഡ്യൂസർ അസോസിയേഷനിൽ ഞാൻ പരാതി കൊടുത്തിട്ടുണ്ട്. അവര് വേണ്ട നടപടികൾ എടുക്കുമെന്നാണ് അറിയാൻ സാധിച്ചത്. യെസ്, വളരെ നന്ദി എന്തായാലും വിപിൻ സംസാരിച്ചതിന്. എന്തായാലും ഉണ്ണി മുകുന്ദൻ ഇക്കാര്യത്തിൽ വിശദീകരണം നൽകുന്നുണ്ട്. ഉണ്ണി മുകുന്ദൻ നൽകുന്ന വിശദീകരണത്തിൽ വിപിൻ്റെ ആക്ഷേപങ്ങൾ നിഷേധിക്കുന്നു എന്ന് മാത്രമല്ല, തന്നെയും ടൊവിനോ തോമസിനെയും തെറ്റിക്കാനുള്ള ബോധപൂർവമായ നീക്കമാണ്. അതാണ് നരിവേട്ട സിനിമയുടെ പ്രൊമോഷനിൽ ആണ് ഈ പ്രകോപനത്തെ ഇടവെച്ചത് എന്ന തരത്തിലേക്ക് പരാതി വന്നതിന് കാരണം എന്നതൊക്കെയാണ് ഉണ്ണി മുകുന്ദൻ്റെ വിശദീകരണം. എന്തായാലും ഉണ്ണി മുകുന്ദൻ ഇക്കാര്യം കൂടുതൽ വ്യക്തമായി വിശദീകരിക്കേണ്ടി വരും പോലീസിന് മുന്നിലും സിനിമാ സംഘടനകൾക്ക് മുന്നിലും.